ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ LP നിങ്ങൾ നിങ്ങളുടെ കരിയർ ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ LPയിലെ ഫീസ് എത്രയാണ്. ഒരുപാട് പേര് പേഴ്സണലായിട്ടും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു മെയിൻ കാര്യമാണ്, ബ്രോ ഞാൻ ഈ കോഴ്സ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഫീസ് എത്രയാണ്. ഫീസിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മെയിനായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീസ് ആയിരിക്കില്ല. അപ്പോൾ ഒരുപാട് രീതിയിൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടാണ് ഓരോ സ്റ്റുഡൻറ്റിനും ഫീസ് വരുന്നത്. ആദ്യം ഏത് ഫേസിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതാണ് മെയിൻ ഫാക്ടർ. അപ്പോൾ 3 ഫേസിലായിട്ടായിരിക്കും നമുക്ക് LPയിൽ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുക. ഫേസ് 1, ഫേസ് 2, ഫേസ് 3. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഫേസ് 1 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി 1 മുതൽ ഏപ്രിൽ 30 വരെ ഫേസ് 1 ആയിരിക്കും. ഏപ്രിൽ 30 ശേഷം, അതായത് മെയ് 1 മുതൽ ജൂൺ ലാസ്റ്റ് വരെയോ മറ്റോ ഫേസ് 2 ആയിരിക്കും. അതിനുശേഷം ഫേസ് 3 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഡേറ്റ്സ് കാര്യങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ നോർമലായിട്ട് ഇങ്ങനെയാണ് ഒരു ടൈം ലൈൻ പോവുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ളത് ഫേസ് 1 ആണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കാം, അപ്പോൾ ഫേസ് 1 ഏറ്റവും മാക്സിമം സ്കോളർഷിപ്പ് കിട്ടുക. ഫേസ് 2 ആകുമ്പോഴത്തേനും കുറച്ച് അതൊന്ന് കുറയും, ഒരു 5%, 10% സ്കോളർഷിപ്പ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനുശേഷം ഫേസ് 3 ആകുമ്പോൾ വീണ്ടും ഒരു 5%, 10% സ്കോളർഷിപ്പ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫേസ് 1 തന്നെ അഡ്മിഷൻ നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഏപ്രിൽ 30 വരെയാണ്. ഇനി ഏകദേശം ഒരു 10-12 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. മാക്സിമം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ LP കൺഫേം ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏപ്രിൽ 30 മുമ്പിലായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അതിന് ശേഷം വരുന്ന ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഏത് കോഴ്സാണ് എടുക്കുന്നത്. ഓരോ കോഴ്സ് വൈസും നമുക്ക് ഫീസ് വ്യത്യസ്തമായിരിക്കും, ഫീസ് സ്ട്രക്ചറും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഏത് കോഴ്സാണെന്നുള്ളതാണ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. അതിനുശേഷം നിങ്ങൾ LP നെസ്റ്റിൽ എത്ര ശതമാനം മാർക്ക് വാങ്ങിച്ചു, അതല്ല പ്ലസ് 2വിൽ എത്ര ശതമാനം മാർക്ക് വാങ്ങിച്ചു, അതുമല്ല ഇനി JEE നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആണെങ്കിൽ JEEയിൽ എത്ര ശതമാനം മാർക്ക് വാങ്ങിച്ചു, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് വ്യത്യസ്തമായിരിക്കും. പറഞ്ഞു വരുമ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും ഫീസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരൊറ്റ വാക്കിലെ ഫീസ് ഇത്രയാണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നിങ്ങൾക്ക് എത്രയാണ് ഫീസ്. അതും അഡ്മിഷൻ എടുക്കുന്നതിനൊക്കെ മുമ്പേ, നിങ്ങൾ LP കൺഫേം ആക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കത് കണ്ടുപിടിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അതിനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുക, എങ്ങനെയാണ് നമുക്ക് എത്രയായിരിക്കും ഫീസ് വരിക എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് നമുക്കത് കണ്ടുപിടിക്കേണ്ടത്, എത്രയാണ് നിങ്ങൾക്ക് ഫീസ് വരാൻ പോകുന്നതെന്ന്. എന്നിട്ട് നമുക്ക് നേരെ LP.in എന്ന് പറഞ്ഞിട്ട് സൈറ്റിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന LP.in എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് നിങ്ങൾ വരിക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരവും ഇതിൽ തന്നെയുണ്ട്. ഈ ഒരു ഒറ്റ സൈറ്റിൽ നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരവുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫീസ് സ്ട്രക്ചറാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഈ അഡ്മിഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ഹോവർ ചെയ്യുക. അതിനുശേഷം റെഗുലർ പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നോർമലായിട്ടും പ്ലസ് 2 കഴിഞ്ഞിട്ട് പോകുന്നവർ മിക്കവാറും റെഗുലർ പ്രോഗ്രാംസ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ റെഗുലർ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ റെഗുലർ പ്രോഗ്രാംസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ കാണാൻ പറ്റും. പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് വരുന്നത്. 10th കഴിഞ്ഞ് നിങ്ങൾ ഈ പറയുന്ന ഡിപ്ലോമയ്ക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ 10th പ്രോഗ്രാംസ് ഉണ്ട്, ആഫ്റ്റർ ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ബേസിക്കായിട്ടും ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പറയുന്ന ഒരു പ്ലസ് 2 കഴിഞ്ഞ് റെഗുലർ ആയതുകൊണ്ട് തന്നെ റെഗുലർ ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ 12th കാണിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എഞ്ചിനീയറിംഗ് കോഴ്സുകളിലെല്ലാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം. അതുകൊണ്ട് തന്നെ CSE ആണെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോഴ്സ്, കൊമേഴ്സ്, ലോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ബേസിക്കായിട്ട് എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ കോഴ്സാണ് ഞാൻ മെയിനായിട്ടും അത് കാണിച്ചു തരാൻ പോകുന്നത് ഒരു എക്സാമ്പിളായിട്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ മെക്കട്രോണിക്സ് ആണ് ഞാൻ പഠിച്ചത്, ഈ പറഞ്ഞ ME മെക്കട്രോണിക്സ്. അത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ അടിയിൽ വരുന്നത് കൊണ്ടാണ് ME മെക്കട്രോണിക്സ് എന്ന് കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റെഗുലർ മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇനി അതല്ല സ്പെഷ്യലൈസ്ഡ് മെക്കട്രോണിക്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മിഷൻ ലേണിങ്ങും ഉൾപ്പെട്ട് വരുന്നതാണ്. അതുപോലെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ പ്രോഗ്രാമിൻ്റെയും കാണിക്കുന്നുണ്ട്. LPയിൽ BTech റെഗുലർ പ്രോഗ്രാം പഠിക്കുന്നത് നമുക്ക് ചൂസ് ചെയ്യാം. BTech മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ നോ എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് പഠിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് അവിടെ നമുക്ക് അവിടുത്തെ പ്ലേസ്മെൻറ്റ് പാക്കേജ് ഈ പറയുന്ന ഒരു മെക്കാട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പോയത് കാണാൻ പറ്റും. 54 ലാഖാണ് ഏറ്റവും ടോപ്പ്. അതുപോലെ തന്നെ 18 lakhs, 13 lakhs, 12 lakhs. ഈ 12 lakhs എൻ്റെ ക്ലാസ്സിൽ പഠിച്ച വ്യക്തിയാണ് മെക്കാട്രോണിക്സ് 2024 അബിഗൻ, എൻ്റെ ഫ്രണ്ടാണ്. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. 4 വർഷമായിരിക്കും പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 8 സെമസ്റ്ററായിട്ട്. പിന്നെ ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈറ്റീരിയ എങ്ങനെയാണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. 60% മാർക്ക് പ്ലസ് 2വിൽ ഉണ്ടാവണം.
പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ LP യൂണിവേഴ്സിറ്റി ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പോൾ എല്ലാ കോഴ്സും ഈ LP യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി അല്ല. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടുന്ന കോഴ്സ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. LP യൂണിവേഴ്സിറ്റി വേണം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ LP യൂണിവേഴ്സിറ്റി വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ LP യൂണിവേഴ്സിറ്റി വേണ്ട, നിങ്ങൾക്ക് എത്രയാണ് പ്ലസ്സിൽ മാർക്ക് വേണ്ടതെന്ന് അവർ പറഞ്ഞേക്കും, അത് മതിയാവും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതേ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് അവിടുത്തെ പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും, നിങ്ങൾക്ക് അവിടുത്തെ കരിക്കുലം അറിയാൻ പറ്റും. ഓക്കെ, അതിനുശേഷം സ്കോളർഷിപ്പും കാര്യങ്ങളും ഒക്കെ. അതുപോലെ തന്നെ LP യൂണിവേഴ്സിറ്റിയിലെ നിങ്ങളുടെ സിലബസും ഇവിടെ അറിയാൻ സാധിക്കും. നിങ്ങൾ ഒരുപാട് ദൂരെയൊന്നും പോയി അന്വേഷിക്കേണ്ട. ജസ്റ്റ് ഈ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ, പ്ലേസ്മെൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് LP യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ LP യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സിലബസ് എന്താണെന്നും സാമ്പിൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് കരിക്കുലം സ്കിപ്പ് ചെയ്യാം, നേരെ നമുക്ക് ഫീസിലേക്ക് വരാം. അപ്പോൾ ഫീസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കോഴ്സിൻ്റെ BTech മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് റെഗുലർ പ്രോഗ്രാമിൻ്റെ ബേസിക് ഫീസ് എന്ന് പറയുന്നത് 1,40,000 രൂപയാണ്. ഇനി നിങ്ങൾക്ക് ഈ മുഴുവൻ 1,40,000 രൂപ അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ട ആവശ്യം വരില്ല. കാര്യം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. ഇതിനകത്ത് നിങ്ങൾക്ക് ആദ്യം അറിയാൻ പറ്റുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോർഡിൻ്റെ, ഇപ്പോൾ നമ്മുടെ കേരള SSLC ബോർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ CBSE ബോർഡ് ആയിക്കോട്ടെ, അവിടെ നിങ്ങൾക്ക് ടോപ്പ് 20 റാങ്ക് ഹോൾഡേഴ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1 രൂപ പോലും കൊടുക്കണ്ട ട്യൂഷൻ ഫീ ആയിട്ട്, ഫ്രീ ആയിട്ട് നിങ്ങളവിടെ പഠിക്കാം. കൂടാതെ നിങ്ങൾക്ക് 4 സീറ്റർ നോൺ AC ഒരു ഹോസ്റ്റൽ അക്കോമഡേഷനും ഫ്രീ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ടോപ്പ് 20 റാങ്ക് ഹോൾഡേഴ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് അവൈൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കാറ്റഗറി A കട്ട് ഓഫിൽ വരുന്ന ആൾക്കാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ LP നെക്സ്റ്റ് എക്സാമിൽ 400 മാർക്കിൽ 360 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു കാറ്റഗറി Aയിൽ വരുന്നതായിരിക്കും. അതല്ല +2-ലോ 10-ലോ അഗ്രിഗേറ്റ് മാർക്കിൽ 98% മുകളിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാറ്റഗറി A ആയിരിക്കും. ഇനി അതുമല്ല, JEE മെയിൻ കോഴ്സിൽ നിങ്ങൾ 97% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാറ്റഗറി Aയിൽ വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് 98,000 രൂപ, നിങ്ങൾക്ക് 70%-ഓളം ട്യൂഷൻ ഫീസ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കും. അപ്പോൾ ബാക്കി വരുന്ന 30% മാത്രം ഒരു സെം ഫീസ് അടച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 42,000 രൂപ. ഓക്കെ, അടുത്തത് കാറ്റഗറി B. LP നെക്സ്റ്റ് എക്സാമിൽ 400-ൽ 292 മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതല്ല +2-ലോ 10-ലോ അഗ്രിഗേറ്റ് 95%-നും 98%-നും ഇടയിലാണ് മാർക്കെങ്കിൽ, അതും അല്ല JEE മെയിൻ എക്സാമിൽ 95 അല്ലെങ്കിൽ 97%-ന് ഇടയിൽ വരുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിലാണ് നിങ്ങൾ കാറ്റഗറി Bയിലാണ് പെടുക. നിങ്ങൾക്ക് അവിടെ 60% ഈ പറയുന്ന ട്യൂഷൻ ഫീയിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ഉണ്ടാവും. ബാക്കി 56,000 രൂപ 40% നിങ്ങൾ അടച്ചാൽ മതിയാവും. അടുത്തത് കാറ്റഗറി C നോക്കാം നമുക്ക്. LP നെക്സ്റ്റിൽ 400 മാർക്കിൽ 200 മാർക്ക് സ്കോർ ചെയ്യുകയോ, അതല്ലെങ്കിൽ +2 10-ൽ 90%-നും 95%-നും ഇടയിലാണ് നിങ്ങളുടെ മാർക്ക്, അതല്ലെങ്കിൽ JEE മെയിനിൽ 90%-ലോ 95%-നും ഇടയിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾ കാറ്റഗറി Cയിൽ വരും. അവിടെ നിങ്ങൾക്ക് 50% ട്യൂഷൻ ഫീയിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. ബാക്കി 50% നിങ്ങൾ അടച്ചാൽ മതിയാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെക്കട്രോണിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 70,000 രൂപയായിരിക്കും നിങ്ങളുടെ ഫീസ് വരുന്നത്. ഇനി കാറ്റഗറി D. കാറ്റഗറി D എന്ന് പറയുന്നത് LP നെക്സ്റ്റ് 400 മാർക്കിൽ 132 മാർക്ക് വരികയോ, അതല്ല 12th 10th 80 മുതൽ 90% വരെ മാർക്ക് വരുന്നതോ, അതല്ല JEE മെയിൻ എക്സാമിൽ 80 മുതൽ 90% വരെ മാർക്ക് വരുന്നതോ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാറ്റഗറി Dയിൽ വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് 40% സ്കോളർഷിപ്പ് ലഭിക്കും. ബാക്കി 60% നിങ്ങൾ ട്യൂഷൻ ഫീ ആയിട്ട് അടയ്ക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന BTech മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ കാര്യത്തിൽ 84,000 രൂപയായിരിക്കും നിങ്ങളുടെ ഫീസ് വരുന്നത്. കൂടാതെ ഒരു സെമസ്റ്ററിൽ അധികം വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു 4,500 രൂപയാണ് നിങ്ങൾക്ക് എക്സാം ഫീസ് വരുന്നത്. അതുപോലെ യൂണിഫോം ഫീസ് വരുന്നുണ്ട്, അത് 4,000 രൂപയാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ പറയുന്ന ഞങ്ങൾ പഠിക്കുമ്പോൾ സമയത്ത്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് യൂണിഫോം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ യൂണിഫോം ഫീ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ യൂണിഫോം വന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക, LPയിൽ വിളിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുക. ഇവിടെ യൂണിഫോം ഫീ കാണിക്കുന്നത് കൊണ്ട് തന്നെ യൂണിഫോം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡയറക്റ്റ് അവരെ വിളിച്ചൊന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും രൂപയാണ് ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരുന്നത് ട്യൂഷൻ ഫീയുടെ കാര്യത്തിൽ. ഇനി അതല്ല ഹോസ്റ്റൽ ഫീ ആണ് നോക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാനൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഹോസ്റ്റൽ ഫീ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടീഷൻസോ കാര്യങ്ങളോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫീസ് പേ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു
ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് അത് വായിച്ച് നോക്കാവുന്നതാണ്. ഒന്നുമില്ല, നമ്മൾ പഠിക്കുന്ന സെമസ്റ്ററിന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫുള്ളായിട്ടും ആ സെമസ്റ്ററിലെ ഫീസ് അടയ്ക്കേണ്ടി വരുന്നതായിരിക്കും. പിന്നെ മോഡ് ഓഫ് പേയ്മെൻറ്റ് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അത് ക്യാഷായിട്ട് ചെയ്യാൻ പറ്റും, കാർഡ് വെച്ച് ചെയ്യാൻ പറ്റും, ഓൺലൈനിൽ നിങ്ങൾക്ക് പേ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, എഡ്യൂക്കേഷൻ ലോൺ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് കിട്ടുന്നതായിരിക്കും എൽ പിയിൽ നിന്ന്. അത് കൊണ്ടുവന്ന് ബാങ്കിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു ബാങ്ക് എൽ പിന് പേ ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എൽ പിന് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൽ പി നെക്സ്റ്റ് എക്സാം അപ്ലൈ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, സ്ലോട്ട് ബുക്ക് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അതാണ് ഏറ്റവും ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാ കോഴ്സിനും ഇതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഏത് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഏത് കോഴ്സാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന കോഴ്സ് സെലക്ട് ചെയ്യുക. അവിടെ പേജിൽ നിങ്ങൾ ചെല്ലും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അറിയാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ബ്രോഷറും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ എത്രയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി വരുന്നതെന്നുള്ളത് ഉണ്ടാവും. ഓക്കെ, എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, പിന്നെ നെക്സ്റ്റ് മാൻഡേറ്ററി ആണോ ഇല്ലയോ. അതല്ല, നിങ്ങൾ അടുത്ത ഫീസ് സ്ട്രക്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും കാണിക്കും എത്രയാണ് ഫീസ്. ഇപ്പോൾ BBA 80,000 ബാക്കി ഞാൻ പറഞ്ഞ പോലെ തന്നെ കട്ട് ഓഫ് എത്രയാണ് വരുന്നത്, കട്ട് ഓഫിന് ശേഷം എത്രയാണ് കൊടുക്കേണ്ടി വരുന്നത്, ഫീസിൻ്റെ എക്സാം ഫീസ് എന്തായിരിക്കും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എല്ലാ കോഴ്സിനും ഒരേപോലെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് എത്രയാണ് ഫീസ് വരാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്യുക. അതല്ല മെയിലാണെങ്കിൽ മെയിൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാര്യം വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഫീസ് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞ പോലെ ഏത് ഫേസിലാണ് അഡ്മിഷൻ എടുക്കുന്നതെന്നുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾ ഏത് കോഴ്സാണ് ചൂസ് ചെയ്യുന്നതെന്നുള്ളത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നീ പറയുന്ന 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഫീസ് ക്ലാസിഫൈ ആവുക അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ഫീസ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ April 30 മുന്നേ തന്നെ നിങ്ങൾ അഡ്മിഷൻ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. അഡ്മിഷൻ എടുക്കാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അഡ്മിഷൻ എടുക്കാം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ നേരത്ത് നിങ്ങൾ LP നെക്സ്റ്റ് എക്സാം രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് ഈ താഴെ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 20% ഓഫ് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതുക. അപ്പോൾ LP നിങ്ങൾക്ക് നല്ലൊരു വിജയം കൊണ്ടുവരാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.